ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിന് മുമ്പ് ഈ ഒരു സീരീസിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആൻഡ് എന്താണ് ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ ട്രേഡിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണ്, ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് എന്താണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടാണ്. മൂവിംഗ് അവറേജസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മൂവിംഗ് അവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന, പ്രൊഫഷണൽ ട്രേഡേഴ്സ് പോലും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ മൂവിംഗ് അവറേജ് എന്ന് പറയുന്നത്. നമുക്ക് എന്തിനാണ് ഈ മൂവിംഗ് അവറേജ് യൂസ് ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ട്രെൻഡുകൾ കണ്ടുപിടിക്കാനായിട്ട്, ഏത് രീതിയിലുള്ളൊരു ട്രെൻഡാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻ്റ് ആണ്, ഏത് ഡയറക്ഷനിലേക്കാണ് പ്രൈസ് കൃത്യമായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂവിംഗ് അവറേജുകൾ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ മൂവിംഗ് അവറേജ് എന്ന് പറയുന്നത്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവിംഗ് അവറേജ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 3 ടൈപ്പ് എന്ന് പറയുന്നത്, ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് അവറേജ് ഉണ്ട്, മൂവിംഗ് അവറേജ് സിമ്പിൾ ആയിട്ടൊരു മൂവിംഗ് അവറേജ് ഉണ്ട്, ആൻഡ് സ്മൂത്ത് മൂവിംഗ് അവറേജ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോവുക. ആൻഡ് മൂവിംഗ് അവറേജസ് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്കൊരു പ്രൈസ് മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ട്രെൻഡുകൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഉപകാരപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അധികം സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ ഒരു ചാർട്ടാണ്, 1 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ടൈം ഫ്രെയിം എത്ര തന്നെ ആയാലും പ്രശ്നമല്ല, കാരണം നമ്മൾ ഈ മൂവിംഗ് ആവറേജിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നമുക്ക് ടൈം ഫ്രെയിം ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് ടൈം ഫ്രെയിമിലായാലും നമുക്ക് കൃത്യമായിട്ട് ഈ മൂവിംഗ് ആവറേജസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് മുമ്പ് മൂവിംഗ് ആവറേജസ് തന്നെ ഒരു 3 ടൈപ്പ് ഉണ്ട്. 3 അല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. പ്രധാനമായിട്ടും 3 ടൈപ്പ് മൂവിംഗ് ആവറേജസ് ആണുള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് ആദ്യമേ തന്നെ നോക്കാം. അതിൻ്റെ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം മൂവിംഗ് ആവറേജ് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് മൂവിംഗ് ആവറേജ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാം. എന്നിട്ട് ജസ്റ്റ് മൂവിംഗ് ആവറേജസ് എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഞാൻ ഫേവറേറ്റ് ആക്കിയിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ ടെക്നിക്കൽസിൽ താഴെ മൂവിംഗ് ആവറേജ്, കൺവെർജൻസ്, ഡൈവർജൻസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കാണാം. അത് മൂവിംഗ് ആവറേജുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, അത് വേറൊരു ഇൻഡിക്കേറ്ററാണ്, മാഗ്ഡി എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അതിന് താഴെ മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ, മൂവിംഗ് ആവറേജ് റിബൺ, മൂവിംഗ് ആവറേജ് സിമ്പിൾ, മൂവിംഗ് ആവറേജ് വെയിറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മൂവിംഗ് ആവറേജ് കാണാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു 3 മൂവിംഗ് ആവറേജസ് ആണ്. മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യലും, മൂവിംഗ് ആവറേജ് സിമ്പിളും, സ്മൂത്ത് മൂവിംഗ് ആവറേജും. ആൻഡ് മൂവിംഗ് ആവറേജ് സിമ്പിൾ ആണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള, നമ്മൾ സാധാരണ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. ഈ മൂവിംഗ് ആവറേജ് സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ സ്മൂത്ത് മൂവിംഗ് ആവറേജ് എന്ന് പറയുന്ന SMA എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയുണ്ട്. SMM എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയുണ്ട്. ഈ SMA അല്ലെങ്കിൽ സ്മൂത്ത് മൂവിംഗ് ആവറേജിന് സാധാരണയായിട്ട് SMM എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് 3ഉമാണ് പ്രധാനമായിട്ടുള്ള മൂവിംഗ് ആവറേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു മൂവിംഗ് ആവറേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഈ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു മൂവിംഗ് ആവറേജ് സിമ്പിൾ നമുക്ക് ഇതിലേക്ക് ഇടാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ വന്നിട്ടുള്ള കാണാൻ പറ്റും. ഈ ചാർട്ടിൻ്റെ മേലക്കൂടെ, ഈ ക്യാൻഡിൽസിൻ്റെ മേലക്കൂടെ ഒരു ലൈൻ വന്നിട്ടുള്ള കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. ഈ ഓരോ ലൈൻസിനെയാണ് നമ്മൾ ഈ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ലൈനിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും, ഇൻപുട്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലെങ്ത്ത് 9 ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഈ ലെങ്ത്ത് 9 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1 hourൻ്റെ ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലത്തെ ഓരോ ക്യാൻഡിൽസും 1 മണിക്കൂർ നേരം കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽസാണ്. അപ്പോൾ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ഒരു 9 ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ എവറേജ് ആണ് നമുക്ക് ഈ ലൈൻ കൊണ്ട് കാണിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്, തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള 9 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിന്, അത് അവിടെ സോഴ്സ് ക്ലോസ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ഒരു 9 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ എവറേജ് ആണ് നമുക്കിവിടെ ഈ മൂവിംഗ് അവറേജിൽ കാണാനായിട്ട് പറ്റുന്നത്. ഈ മൂവിംഗ് അവറേജ് ലൈൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു 9 മാറ്റിയിട്ട് ഒരു 50 കൊടുക്കാം, ഒരു 50 കൊടുക്കാം. ഓക്കെ, ആൻഡ് 50 കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ലൈനും മാറുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ലെങ്ത്ത് 50 കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ മൂവിംഗ് അവറേജ് നമുക്ക് കാണിച്ചു തരുന്നത് തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ഒരു 50 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ എവറേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 100 കൊടുക്കാം.
100 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ഒരു 100 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ആവറേജ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂവിംഗ് ആവറേജ് എപ്പോഴും കുറച്ച് ലാഗിങ് ആയിരിക്കും. അതായത് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ മൂവിംഗ് ആവറേജ് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂവിംഗ് ആവറേജ് വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള കുറച്ച് ലാഗ് അനുഭവപ്പെടും. അതായത് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മൂവിംഗ് ആവറേജ് നമുക്കൊരു ഇൻഡിക്കേഷൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ട്രെൻഡുകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസോ ഒക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു ഡ്രോബാക്ക് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവിംഗ് ആവറേജ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ മൂവിംഗ് ആവറേജിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. നമുക്ക് ഈ പറയുന്ന പോലുള്ള തൊട്ട് മുൻപുള്ള ഇത്ര ക്യാൻഡിൽസിന് നമ്മൾ എത്രയാണോ ലെങ്ത് കൊടുത്തിട്ടുള്ളത് അത്രയും ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമുക്ക് സിമ്പിൾ മൂവിംഗ് ആവറേജ് കാണിച്ചു തരാം. ഇനി EMA അതായത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള EMA, ഈ മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് തരം ഇൻഡിക്കേഷൻസ് ആണ് കാണിച്ചു തരാൻ നോക്കാം. അത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ കളറൊന്ന് മാറ്റുന്നുണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സ്റ്റൈൽസിൽ പോയിട്ട് ഞാനിതിൻ്റെ കളർ ഒരു റെഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെഡ് കളറിലുള്ളതാണ് EMA എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻപുട്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയും ലെങ്ത്ത് 9 കിടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെയും കോൺസെപ്റ്റ് വരുന്നത്. തൊട്ട് മുൻപുള്ള 9 ക്യാൻഡിൽസിൻ്റെ ഒരു പ്രൈസ് ആയിരിക്കും കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഈ രണ്ട് നമ്മുടെ സിമ്പിൾ മൂവിംഗ് ആവറേജും EMAയും ഞാൻ ഒരേ വാല്യൂ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 9 മാറ്റിയിട്ട് ഇവിടെ 100 ഇടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമ്പിൾ മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ ഈ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ഒരേ വാല്യൂ ആണ് കിടക്കുന്നത്. പക്ഷേ രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷനാണ് കാണിച്ചു തന്നത്. ഓക്കെ, നമ്മൾ രണ്ടും രണ്ട് വാല്യൂ ആണ് ഇട്ടിട്ടുള്ളത്. രണ്ടും ഒരേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടും തൊട്ട് മുൻപുള്ള 100 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കാണിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് രീതിയിലാണ് നമുക്കിവിടെ ഒരു രണ്ട് രീതിയിലാണ് ലൈൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ EMA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും ഏറ്റവും മുമ്പ് കുറച്ച് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽസിനായിരിക്കും കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നത്. ഓക്കെ, സംഭവം അത് തൊട്ട് മുൻപുള്ള 100 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ഒരു ആവറേജ് തന്നെയാണ് കാണിച്ചു തരുന്നതെന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽസിനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സിമ്പിൾ മൂവിംഗ് ആവറേജിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാൻ നമുക്ക് EMA ആയിരിക്കും. ഓക്കെ, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തരാം. സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്തുകൊണ്ടാണ് ലാഗിങ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുൻപുള്ള എല്ലാ ക്യാൻഡിൽസിനും തൊട്ട് മുമ്പുള്ള 100 ക്യാൻഡിൽസ് ആണെങ്കിൽ 100 ക്യാൻഡിൽസിൻ്റെയും ക്ലോസിംഗ് പ്രൈസിൻ്റെ ആവറേജ് മാത്രമാണ് കാണിച്ചു തരാം. അതിന് തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽസ് ഒന്നും അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽസ് ഒന്നും അങ്ങനെയുള്ളൊരു തരംതിരിവൊന്നും സിമ്പിൾ മൂവിംഗ് ആവറേജിനില്ല. ആൻഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ഒരു 100 ക്യാൻഡിൽസിൻ്റെ തന്നെയാണ് അത് ഒരു ആവറേജ് കാണിച്ചു തരാം. പക്ഷേ തൊട്ട് മുൻപ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള കുറച്ച് ക്യാൻഡിൽസിന് അത് മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ റീസെൻറ്റ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ റീസെൻ്റ് ആയിട്ട് ഏത് രീതിയിലാണോ അവിടെ ക്യാൻഡിൽസ് ഫോം ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് EMA മൂവ്മെൻറ്റ് ഉണ്ടാവുക, EMAക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ മൂവിംഗ് ആവറേജിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും നമ്മുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അടുത്ത മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്മൂത്ത് മൂവിംഗ് ആവറേജ് ആണ്. അതായത് SMM എന്നൊക്കെ പറയുന്ന സ്മൂത്ത് മൂവിംഗ് ആവറേജ് ആണ്. അത് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതും ഞാനൊരു 100 ലെങ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തൊട്ട് മുൻപുള്ള ഒരു 100 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് അത് ഒരു വാല്യൂ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ അത് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റീസെൻ്റ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് മൂവിംഗ് ആവറേജ് തൊട്ട് മുൻപുള്ള ക്യാൻഡിൽസിന് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സംഭവം അത് തൊട്ട് മുമ്പുള്ള 100 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നമുക്കൊരു ഇൻഡിക്കേഷൻ കാണിച്ചു തരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽസിന് ഇത് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ഒരു സ്ലോ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ ആയിരിക്കും, സ്ലോ ആയിട്ടുള്ളൊരു മൂവിംഗ് ആവറേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ 3 മൂവിംഗ് ആവറേജിൻ്റെയും വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഇട്ടുകൊണ്ട് സംസാരിക്കാം. അതാണ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതും അത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും ആ ഒരു മൂവിംഗ് ആവറേജിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഒരു 100 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ് ഇട്ടിട്ടുള്ളത്. അതായത് തൊട്ട് മുൻപുള്ള 100 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് നമുക്കൊരു വാല്യൂ കാണിച്ചു തരുന്നത്. ആൻഡ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പ്രൈസിനായിരിക്കും അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? അതായത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒരു മൂവിംഗ് ആവറേജ് സഞ്ചരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത്, മൂവിംഗ് ആവറേജിന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു അപ്പ് ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ആ മൂവിംഗ് ആവറേജിന് താഴേക്കാണ് പ്രൈസ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും.
അതേപോലെ തന്നെ ഒരു മൂവിങ് ആവറേജ് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഒരു മൂവിങ് ആവറേജ് സഞ്ചരിക്കുന്നത് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് മൂവിങ് ആവറേജ് താഴേക്ക് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. മൂവിങ് ആവറേജ് നേരെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ അത് വെച്ചുകൊണ്ടുള്ള ഒരുപാട് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടായിരിക്കും, നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂവിങ് ആവറേജിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, അതുപോലെ തന്നെ പ്രൈസ് മുകളിലേക്കാണ്, ഒരു അപ് ട്രെൻഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് അതോടൊപ്പം തന്നെ ഈ മൂവിങ് അവറേജസ്, അതായത് ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് അവറേജ് നമുക്ക് ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ബ്രേക്ക് ചെയ്തു, ദെൻ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റിയ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് താഴേക്കാണ് പോകുന്നത്, പ്രൈസും താഴേക്കാണ് പോകുന്നത്. ആൻഡ് ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് അവറേജ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് സൈഡിലേക്ക് പോകുമ്പോൾ, മൂവിങ് ആവറേജ് സൈഡിലേക്ക് പോകുമ്പോൾ പ്രൈസും ഈ രീതിയിൽ സൈഡിലേക്ക് പോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ രീതിയിൽ സൈഡിലേക്ക് പോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെൻഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ പോലെ, നമ്മൾ ട്രെൻഡ് ലൈനിൽ പ്രൈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ പോലെ തന്നെ ഇത് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ അല്ലെങ്കിലും ഈ രീതിയിൽ ഒരു ട്രെൻഡ്, കൃത്യമായിട്ടുള്ള ട്രെൻഡ് അവിടെ സംഭവിക്കുമ്പോൾ അവിടെ ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിരിക്കും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എത്തുമ്പോൾ പ്രൈസ് അവിടെ നിന്ന് തിരിച്ച് കയറാനായിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ കോൺസെപ്റ്റ് അതാണ്. ആൻഡ് പല രീതിയിലുള്ള ഫോൾസ് ആയിട്ടുള്ള സിഗ്നൽസ് ഒക്കെ നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നമുക്ക് ഒരിക്കലും അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള പ്രൈസ് മൂവ്മെന്റുകൾ, മറ്റുള്ള മാർക്കറ്റ് സ്ട്രക്ചർ പോലുള്ള പല കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനൊപ്പം ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രം മൂവിങ് ആവറേജസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. പല ആളുകളും ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കൃത്യമായിട്ടുള്ളൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏത് രീതിയിലായിരിക്കും ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട്, നമുക്ക് അവിടെ ട്രേഡ്സ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുകയാണ് വേണ്ടത്. ആൻഡ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ, ഇവിടെ നമുക്ക് കിട്ടിയ പോലെ, ഏറ്റവും റീസെൻ്റ് ആയിട്ട് കിട്ടിയ പോലെ ഇവിടെ കിട്ടിയ പോലെ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ കിട്ടുന്നുണ്ട്, ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് കിട്ടുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കൂടെ ഒരു സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ അതുകൂടെ നമുക്ക് നമ്മുടെ എൻട്രീസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉപയോഗിക്കേണ്ടതും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണ് മൂവിങ് ആവറേജസ് എന്നും ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവിങ് ആവറേജസ് ഉണ്ട്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് മൂവിങ് ആവറേജസ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രെൻഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വരും ദിവസങ്ങളിലുള്ള വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും മൂവിങ് ആവറേജസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, മുന്നോട്ട് പോകുന്നതോറും നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും മൂവിങ് ആവറേജസ് ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കും. മൂവിങ് ആവറേജസ് വെച്ചുകൊണ്ട് നമുക്ക് പല പല സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരുന്ന് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ട്രേഡിംഗ് പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ ഈ ഒരു സീരീസ് സജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.